പിണറായി വിജയന് അടിസ്ഥാനപരമായി വിമർശനം ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. അത് എന്നെക്കാട്ടി നന്നായിട്ട് ശ്രീ കെ എം ഷാജഹാന് പറയാൻ പറ്റും. എനിക്കൊന്ന് മലപ്പുറം സമ്മേളന കാലയളവ് മുതലാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ഈ മാധ്യമങ്ങളോടുള്ള ഒരു അതൃപ്തി പ്രകടമായി തുടങ്ങിയത്. അല്ല, അദ്ദേഹം കെ എം ഷാജഹാൻ അത് കൃത്യമായി പറയുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ മലപ്പുറം സമ്മേളന കാലഘട്ടം മുതൽ പിണറായി വിജയനെതിരെ എന്തോ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു എന്നത് പ്രമാണിച്ച് എല്ലാ മാധ്യമങ്ങളെയും ശത്രുപക്ഷത്ത് നിർത്തിയല്ലേ പിണറായി വിജയൻ പെരുമാറുന്നത്. അപ്പോൾ അതുകൊണ്ട് അടിസ്ഥാനപരമായി പിണറായി വിജയൻ ഒരു ഫാസിസ്റ്റാണ്, ഒരു സ്റ്റാലിനിസ്റ്റാണ്. അപ്പോൾ ഒരു സ്റ്റാലിനിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും എതിരഭിപ്രായത്തെ മാനിക്കാനോ തന്നിൽ നിന്നും വ്യത്യസ്തമായ അഭിപ്രായം പറയുന്ന ഒരാളെ അംഗീകരിക്കാനോ ഒന്നും കഴിയില്ല എന്ന് ലോകത്തിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും തെളിയിച്ചിട്ടുണ്ടല്ലോ. ഇന്ത്യയിൽ ജനാധിപത്യത്തിൽ ഗതികേട് കൊണ്ട് ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്നവരാണല്ലോ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ. അല്ലാതെ കമ്മ്യൂണിസവും ജനാധിപത്യവും തമ്മിൽ എന്താ ബന്ധമുള്ളത്? കമ്മ്യൂണിസവും ജനാധിപത്യവും തമ്മിൽ ബന്ധമുണ്ട്. രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിൽ സഞ്ചരിക്കുന്ന രണ്ട് പ്രത്യയശാസ്ത്രങ്ങളല്ലേ കമ്മ്യൂണിസവും ജനാധിപത്യവും. കമ്മ്യൂണിസമുള്ള രാജ്യങ്ങളിൽ ജനാധിപത്യമില്ല, ജനാധിപത്യമുള്ള രാജ്യങ്ങളിൽ കമ്മ്യൂണിസവുമില്ല. അത് ഇന്ത്യയിൽ മാത്രമാണ് ഈ ജനാധിപത്യ മേഖലയുമായി പ്രവർത്തിക്കാൻ അവരുടെ ഗതികേട് കൊണ്ടാണ്. അപ്പോൾ പാർട്ടിയുടെ നയത്തിൽ മാറ്റം വരുത്തി അടവ് നയമായി സ്വീകരിച്ച് ജനകീയ ജനാധിപത്യ വിപ്ലവം എന്നൊക്കെയുള്ള ഓമന പേരിട്ട് ജനാധിപത്യവുമായി സഹകരിക്കുന്നത് കൊണ്ടല്ല ഇങ്ങനെ സംഭവിക്കുന്നത്. അല്ല എങ്കിൽ അടിസ്ഥാനപരമായ ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ സ്വഭാവമാണ് പിണറായി വിജയൻ കാണിക്കുന്നത്. ഇങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് പെരുമാറാൻ സാധിക്കുകയുള്ളൂ. കാരണം ലോകത്തിലുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ഇങ്ങനെ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് പണ്ട് സുരാജ് വെഞ്ഞാറമൂട് ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ മുഖത്ത് എത്ര വിനയം വാരിക്കോരി തേച്ചാലും ഉള്ളിലുള്ള ഫ്രോഡുകൾ പുറത്തു വരുമെന്ന് പറഞ്ഞതുപോലെ പിണറായി വിജയൻ എത്ര മാന്യത ശ്രമിച്ചാലും എത്ര വലിയ ജനാധിപത്യവാദിയാകാൻ ശ്രമിച്ചാലും ഉള്ളിൽ കിടക്കുന്ന ഫാസിസ്റ്റ് മനസ്ഥിതി, ഉള്ളിൽ കിടക്കുന്ന സ്റ്റാലിനിസ്റ്റ് മനോഭാവം പല രീതിയിൽ പുറത്തു വരും. അത് തന്നെ വിമർശിക്കുന്നവരോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിട്ടായാലും പാർട്ടിയിലുള്ളവരെ വെട്ടിനിർത്തി മുന്നേറുന്ന കാഴ്ചയിലായാലും പ്രതിപക്ഷ കക്ഷികളോട് പെരുമാറുന്ന കാര്യത്തിലായാലും രാഷ്ട്രീയ പ്രതിയോഗികളോട് ആയുധം കൊണ്ട് പെരുമാറുന്ന കാര്യത്തിലായാലും ഒക്കെ പിണറായി വിജയൻ അത് കാണിച്ചു തരുന്നില്ലേ കഴിഞ്ഞ കുറേ കാലമായി? കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചില സങ്കല്പങ്ങളുണ്ടായിരുന്നില്ല ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വാ തുറക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അല്ലേ? പഴയ എന്താ പറയുക, പണ്ടൊക്കെ നമ്മൾ ക്ഷമിക്കണം ബഹുമാനപ്പെട്ട പട്ടാളക്കാരിതൊക്കെ കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് ഈ പട്ടാളത്തിലൊക്കെ അരി വെക്കാൻ പോയവർ തിരിച്ചു വന്നിട്ട് ഞാൻ യുദ്ധത്തിൽ പങ്കെടുത്ത ഗീർവാണം പറയുന്ന രീതിയിലല്ലേ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പെരുമാറുന്നത്. എന്നെ തോക്ക് കാണിച്ചു, വടിവാൾ കാണിച്ചു, ഇരട്ട ചങ്കനാണ്, പ്രത്യേക ആക്ഷൻ കാണിച്ചു, സുധാകരനെ ഞാൻ ഇടിച്ചു വീഴ്ത്തി എന്നൊക്കെ ഒരു പക്വതയുള്ള ഒരു നേതാവ് പ്രതികരിക്കുന്ന രീതിയിലാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നത്? അപ്പോൾ സ്വാഭാവികമായും ഇത്രയേറെ ദുഷിച്ച മനസ്ഥിതിയുള്ള, ഇത്രയേറെ ഇടുങ്ങിയ മനസ്ഥിതിയുള്ള ഒരാൾ മുഖ്യമന്ത്രിയായാൽ ആ സ്ഥലം അതിൻ്റെ കുഴപ്പങ്ങൾ അനുഭവിച്ചേ പറ്റുകയുള്ളൂ. അത് ഭാരതീയമായ സങ്കല്പപ്രകാരം അങ്ങനെയാണ്. പണ്ട് പറയുമായിരുന്നു യഥാ രാജ തഥാ പ്രജ എന്ന്. ഇന്ന് തിരികെയാണ് യഥാ പ്രജ തഥാ രാജ. ഇന്ന് എപ്രകാരമാണ് ഒരു രാജാവ്, ആ രാജാവിൻ്റെ മനോവൈകൃതങ്ങൾ ആ രാജ്യത്തിൻ്റെ ഭാവിയെ സ്വാധീനിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് ഇന്ന് പിണറായി വിജയൻ. പിണറായി ഭരിക്കുന്ന കേരളത്തിൽ ഇങ്ങനെ ഇന്ന് സംഭവിക്കുകയുള്ളൂ. പിണറായിയുടെ മനോവൈകൃതങ്ങളാണ് മലയാളിയുടെ മേൽ ഇന്നൊരു അശനിവാദം പോലെ വീണിരിക്കുകയാണ്. അത് കുറേ കാലം കൂടെ അനുഭവിച്ച് തീർക്കുക എന്നതല്ലാതെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? പ്രതിപക്ഷത്തിന് മിണ്ടാൻ പറ്റില്ല, മാധ്യമങ്ങൾക്ക് മിണ്ടാൻ പറ്റില്ല, പിന്നെ ആർക്കാ മിണ്ടാൻ പറ്റുക? അദ്ദേഹത്തെ സ്തുതിക്കുന്നവർ മാത്രം, PR ഏജൻസികൾ എഴുതി കൊടുക്കുന്ന വാക്യങ്ങൾ മാത്രമേ കേരളത്തിൽ എല്ലാവരും ഉരുവിടാൻ പാവുകയുള്ളൂ. സന്ദീപേ, ദൈവത്തിന്റെ വരദാനമാണെന്ന് പറഞ്ഞതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞത്. VN വാസവന് തുറമുഖ വകുപ്പ് കിട്ടി. അങ്ങനെയാണ്, അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ 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 രാജാവിനെ പുകഴ്ത്തുന്നവർക്ക് മാത്രം സ്ഥാനമാനങ്ങൾ വാരിക്കോരി തരികയല്ലേ? നിങ്ങൾ നോക്കൂ, അല്ലാതെ എന്താ കേരളത്തിലുള്ളത്? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തു എന്നുള്ളതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞത്.